നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. കാച്ചടി NH കൂച്ചാൽ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന് CPIM തിരൂരങ്ങാടി ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മഴക്കാലം വരുന്നതിന് മുമ്പ് ഡ്രൈനേജ് നിർമ്മാണം പൂർത്തീകരിച്ച റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം പ്രദേശവാസികളെ സംഘടിപ്പിച്ച് ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും ലോക്കൽ കമ്മിറ്റി അറിയിച്ചു. കാച്ചടി NH കൂച്ചാൽ റോഡിന്റെ 1/2 കിലോമീറ്ററോളം കോൺക്രീറ്റ് ചെയ്യാതെ വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട പ്രദേശവാസികൾ നിരവധി തവണ അധികൃതരെ സമീപിച്ചിരുന്നുവെങ്കിലും പണി പൂർത്തീകരിക്കുവാൻ നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല. പണി പൂർത്തീകരിക്കാത്തതുമൂലം പ്രദേശത്തെ പ്രായമായ രോഗികളും സ്കൂൾ വിദ്യാർത്ഥികളുമടക്കം നിരവധി കുടുംബങ്ങളാണ് മഴക്കാലത്ത് നടക്കാൻ പോലും പറ്റാതെ ദുരിതത്തിലാകുന്നത്. CPIM തിരൂരങ്ങാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MP ഇസ്മായിൽ, ഏരിയ കമ്മിറ്റി അംഗം K രാമദാസ, ലോക്കൽ കമ്മിറ്റി അംഗം കമറു കക്കാട, മനുവല, അബ്ദുൽ മജീദ് എന്നിവരുടെ നേതൃത്വത്തിൽ ശോചനീയാവസ്ഥയിലായ കാച്ചടി NH കുച്ചാൽ റോഡും പരിസരവും സന്ദർശിച്ചു. എല്ലാ വർഷവും കരിമ്പിൽ കാളങ്ങാട്ട് ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് എഴുന്നള്ളത്ത് കടന്നു പോകുന്നതിനുൾപ്പെടെ താൽക്കാലികമായി ക്ഷേത്ര കമ്മിറ്റി നാട്ടുകാരുടെ സഹായത്തോടെയാണ് മണ്ണിട്ട് നന്നാക്കാറുള്ളത്. 2020 CPIM നൽകിയ പരാതിയെ തുടർന്നാണ് ഡ്രൈനേജ് നിർമ്മാണവും കോൺക്രീറ്റ് ഭാഗികമായും പൂർത്തീകരിച്ചത്. അതിനുശേഷം യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ റോഡിൽ നടത്തിയിട്ടില്ലെന്നും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും MP ഇസ്മായിൽ പറഞ്ഞു. കാച്ചടി NH കൂച്ചാൽ റോഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വർഷക്കാലമായിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശത്തുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരിടം ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുള്ളത്. അപ്പോൾ ഈ സംഗതി ചൂണ്ടിക്കാണിച്ച് നഗരസഭയിൽ പല സമയത്തും ഇവിടുത്തെ പ്രദേശവാസികൾ സമീപിച്ചെങ്കിലും മഴ നിന്നാൽ ഈ ഇവിടെ വർക്ക് തീർത്ത് നിങ്ങൾക്ക് ഗതാഗത യോഗ്യമാക്കി തരാമെന്നാണ് അവർ പല സമയങ്ങളും പറഞ്ഞിട്ടുള്ളത്. എന്നപ്പോൾ മഴ നിന്നിട്ട് ദിവസങ്ങളോളമായി മാസങ്ങളോളമായി ഇവിടെ ഒരു വർക്കും ഇതുവരെ തുടങ്ങാനുള്ള പ്രാരംഭ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. ഒന്ന്, ഇവിടെ നിലവിൽ NH വന്നും കൊണ്ട് പാടത്തേക്ക് ഒരു ഡ്രെയിനേജ് ഉണ്ടാക്കിയിട്ടിരുന്നു. ആ ഡ്രെയിനേജ് ഇവിടെ സ്വകാര്യ വ്യക്തികൾ കയ്യേറി പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുനിസിപ്പാലിറ്റിൻ്റെ ഒരു ഡ്രെയിനേജ് സ്വകാര്യ വ്യക്തികൾ പൊളിക്കുമ്പോൾ എന്തുകൊണ്ട് പൊളിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെ പൊളിച്ച ഒരു പൊതുമുതൽ പൊളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു ആക്ഷൻ വരേണ്ടതുണ്ട്, നടപടി വരേണ്ടതുണ്ട്. ആ നടപടി ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ അതിൽ സംശയം എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ ഡ്രെയിനേജ് ഉണ്ടാക്കിയത് ഈ സ്വകാര്യ വ്യക്തിൻ്റെ ഭൂമി കയ്യേറിയിട്ടാണോ? ആണെങ്കിൽ അത് മുനിസിപ്പാലിറ്റി അധികൃതർക്ക് ഉണ്ടായിട്ടുള്ള വീഴ്ചയാണ്. അതല്ല, മുനിസിപ്പാലിറ്റിൻ്റെ അസറ്റ് ഭൂമിയിൽ പെട്ടത് അവിടെ ഡ്രെയിനേജ് ഉണ്ടാക്കി സ്വകാര്യ വ്യക്തി കയ്യേറിയതാണെങ്കിൽ ആ സ്വകാര്യ വ്യക്തികളുടെ പേരിൽ എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല? ഈ രണ്ട് ചോദ്യങ്ങളും അവ്യക്തമായിട്ട്, ഉത്തരങ്ങൾ അവ്യക്തമായി നിൽക്കുകയാണ്. അതെന്തോ ആവട്ടെ, ഇവിടെ ഇപ്പോൾ നാട്ടുകാരെ സംബന്ധിച്ച് ഇവിടെ ഈ അവരുടെ ഗതാഗത യോഗ്യമാക്കിയിട്ടുള്ള ഈ സംഗതി എത്രയും പെട്ടെന്ന് ഇവിടെ തൊട്ടടുത്തൊരു ക്ഷേത്രത്തിലേക്ക് ഒരു എഴുന്നള്ളിപ്പുണ്ട്. കാലാകാലങ്ങളിലായിട്ട് ആ എഴുന്നള്ളിപ്പിൽ ആ ക്ഷേത്ര ഭാരവാഹികളും ആ ക്ഷേത്ര വിശ്വാസികളുമായിട്ടുള്ള ആളുകൾ ആണ് ഈ സ്ഥലം നന്നാക്കിയിട്ട് ഇവിടെ ഗതാഗത ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം വലിയ പ്രയാസമാണ്. ജനങ്ങളെ ഒരു വേറിട്ട രണ്ട് നിലയിൽ കാണുക. പാവപ്പെട്ട ജനങ്ങൾക്കൊരു നിയമം, അതല്ലാത്ത അങ്ങേപ്പുറത്തുള്ള ആൾക്കാർക്ക് അവരുടെ സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും മറ്റൊരു ന്യായം. ആ രീതിയിലുള്ള സംഗതി അനുവദിക്കില്ല. ഇതിനെതിരായിട്ട് ഇതിൻ്റെ പണിയും കാര്യങ്ങളും ആരംഭിച്ചിട്ടില്ല. വലിയ രീതിയിലുള്ള പ്രക്ഷോഭം CPM എന്നുള്ളവർക്കും LDF എന്നുള്ളവർക്കും നമ്മളിവിടെ ആരംഭിക്കും. അതൊരു വിട്ടുവീഴ്ചയില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഴക്കാലം വരുന്നതിന് മുമ്പ് ഡ്രൈനേജ് നിർമ്മാണം പൂർത്തീകരിച്ച് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് CPIM തിരൂരങ്ങാടി ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം പ്രദേശവാസികളെ സംഘടിപ്പിച്ച് ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് കമറു കക്കാട പറഞ്ഞു. 2020 DYFIൻ്റെ നേതൃത്വത്തിൽ ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡ്രെയിനേജ് ഈ ഭാഗികമായി ഇതുവരേക്കും പൂർത്തീകരിച്ചത്. ഇപ്പോൾ
പിന്നെ ലോക്കൽ സെക്രട്ടറി പറഞ്ഞ പോലെ ഇവിടെ ഡ്രെയിനേജ് കുത്തിപ്പൊളിച്ച സ്വകാര്യ വ്യക്തിക്കെതിരെ ഒരു നടപടിയും ഈ മുനിസിപ്പാലിറ്റി അധികാരികൾ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ 2020 ശേഷം ഒരു നടപടിയും ഈ റോഡുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായും മഴ വരുമ്പോൾ മഴ കഴിഞ്ഞാൽ തുടരുമെന്ന് പറയുന്ന ഈ പണി മഴ കഴിഞ്ഞിട്ടും അവർ തുടരാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ 2020 ശേഷം ഒരു നിലക്കും ഒരു പ്രവൃത്തിയും ഈ റോഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തിയിട്ടില്ല. അപ്പോൾ തുടർ കാര്യങ്ങൾ LC സെക്രട്ടറി പറഞ്ഞ പോലെ തുടർ പ്രക്ഷോഭവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇനി ഈ നടപടിയുമായി മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.